നമസ്കാരം. അങ്ങനെ പടക്കക്കട വീണ്ടും ഗുദാഹവ. കാവടിതുള്ളി ഇറങ്ങിയവർക്കെല്ലാം അറിയാമായിരുന്നു ഈ കോപ്രായത്തിന്റെ ഒടുക്കം എങ്ങനെയെന്ന്. പക്ഷേ പുള്ളിക്ക് മാത്രം അങ്ങോട്ട് മനസ്സിലായില്ല. ആർക്കാണെന്ന് എടുത്തു പറയേണ്ട ആവശ്യമുണ്ടോ? എന്തൊക്കെ ബഹളമായിരുന്നു! ഒറ്റച്ചെരുപ്പിട്ട് നിലത്തിഴഞ്ഞുള്ള പ്രതിഷേധം, സമരപ്പന്തലിൽ പോയി കിടന്ന് പ്രതിഷേധം, വിദേശ രാജ്യങ്ങളിൽ അവധിക്കാലം ആഘോഷിക്കുന്നതിനിടയിലും പട്ടായ യാത്രകളിലെ ഇടവേളകളിലും ക്യാമറ നോക്കി പ്രതിഷേധം, പാവം പിള്ളേരുടെ സമരത്തിന്റെ മുൻനിരയിൽ കയറിപ്പറ്റി സൈഡിലൂടെ മെയിനാകാൻ നോക്കിയതാണ് നമ്മുടെ പാവം പപ്പുക്കുട്ടൻ. ഒടുവിൽ കിട്ടി ഡൽഹി പോലീസിന്റെ വക 16ന്റെ പണി. കാവടി തുള്ളിപ്പോയി രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് കരിതേച്ചുകൊണ്ട് ഡൽഹി പോലീസ് ഒടുവിൽ 2 FIRകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതീവ സുരക്ഷാ മേഖലയിൽ അനുമതിയില്ലാതെ അതിക്രമിച്ചു കയറി റോഡിൽ കിടന്ന് ഉരുണ്ടതിന് സ്വന്തം പേരിൽ കേസ് വീണിട്ടും പപ്പു വീരന്മാർക്ക് ഇനിയും ബുദ്ധി വന്നിട്ടില്ല. ലോക കല്യാൺ മാർഗിലെ പ്രവേശന കവാടത്തിന് മുന്നിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ നിന്നും കാൽനടയായി ചെന്ന് നടത്തിയ ഈ പൊറാട്ട് നാടകം കണ്ടു നിന്നവർക്ക് വരെ ചിരി വരുന്നതായിരുന്നു. സമരം കടുക്കുമെന്ന് കരുതി റോഡുകൾ അടച്ച് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ വരെ ഇറക്കേണ്ടി വന്നു. ഒടുവിൽ രാഹുൽ അടക്കമുള്ള അന്തംകമ്മി കോൺഗ്രസ് നേതാക്കളെ പോലീസ് വലിച്ച് കസ്റ്റഡിയിലെടുത്ത് ബസ്സിലേക്ക് തള്ളിക്കയറ്റുന്ന ആ ദൃശ്യമുണ്ടല്ലോ, അത് കാണേണ്ടത് തന്നെയായിരുന്നു. ഈ പൊല്ലാപ്പുകളെല്ലാം വിളിച്ചു വരുത്തി ഡൽഹി പോലീസിന്റെ FIR സ്വന്തം പേരിൽ വാങ്ങിക്കൂട്ടിയ ഈ ലോക്സഭാ പ്രതിപക്ഷ നേതാവിന്റെ യോഗ്യത എന്താണെന്ന് ഇപ്പോൾ രാജ്യത്തിന് മുഴുവൻ ബോധ്യമായി കഴിഞ്ഞു. സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് റോഡിൽ കിടന്ന് ഉരുണ്ട് ഒടുവിൽ പോലീസിന്റെ മുന്നിൽപ്പെട്ട് കറങ്ങി നടന്ന് ഈ കേസും കൂടി വാങ്ങി കൂട്ടിയതോടെ രാഹുലിന്റെ വിഡ്ഢിത്തം പൂർണ്ണമായിരിക്കുകയാണ്. അതീവ സുരക്ഷാ മേഖലകളിൽ നിയമം ലംഘിച്ച് അതിക്രമിച്ച് കയറിയതിനും പൊതുസുരക്ഷ തടസ്സപ്പെടുത്തിയതിനുമാണ് ഡൽഹി പോലീസ് ഈ FIRകൾ ചാർജ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രതിപക്ഷ നേതാവ് തന്നെ പോലീസിന്റെ ബാരിക്കേഡുകൾ ചാടിക്കടക്കാനും റോഡിൽ കിടന്ന് ബഹളമുണ്ടാക്കാനും മുന്നിൽ നിന്നത് കണ്ട് പാർട്ടി പ്രവർത്തകർ പോലും അന്തം വിട്ടുപോയി. രാജ്യത്തിന്റെ തലസ്ഥാനത്ത് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഈ ഹൈഡ്രാമകളിലൂടെ ജനശ്രദ്ധ ആകർഷിക്കാൻ നോക്കിയ രാഹുലിന്റെ ആ നീക്കം ഇത്തരത്തിൽ നിയമപരമായ കേസിൽ കലാശിച്ചതോടെ കോൺഗ്രസ് ക്യാമ്പ് ആകെ തന്നെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന വ്യക്തി ഉത്തരവാദിത്തത്തോടെ പെരുമാറുന്നതിന് പകരം ഇത്തരത്തിൽ FIRകൾ വാങ്ങിക്കൂട്ടുന്നത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അപൂർവമായൊരു കാഴ്ചയാണ്. നിയമത്തെയും വ്യവസ്ഥാപിത മാർഗങ്ങളെയും വെല്ലുവിളിക്കുന്ന ഇത്തരം പൊറാട്ടു നാടകങ്ങൾ ഡൽഹി പോലീസിന്റെ ശക്തമായ നടപടിയോടെ പൊളിഞ്ഞു വീണിരിക്കുകയാണ്. നിയമത്തിന്റെ വഴിക്ക് നീങ്ങുമ്പോൾ സ്വന്തം പേരിൽ 2 ക്രിമിനൽ കേസുകൾ കൂടി സമ്മാനമായി ലഭിച്ചതോടെ രാഹുലിന്റെ വിഡ്ഢിത്തരങ്ങളുടെ ലിസ്റ്റ് നീളുകയാണ്. ഡൽഹി പോലീസിന്റെ ഈ കടുത്ത നടപടി രാഹുലിന്റെ രാഷ്ട്രീയ കാപട്യത്തിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. നിയമം എല്ലാവർക്കും ഒന്നു തന്നെയാണെന്നും VIP പരിവേഷം വെച്ച് നിയമം കയ്യിലെടുക്കാൻ നോക്കിയാൽ ആർക്കും ഇതേ ഗതി തന്നെ വരുമെന്ന് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ FIR നടപടികൾ രാഹുലിന്റെ രാഷ്ട്രീയ തകർച്ചയുടെ ആക്കം കൂട്ടുന്നുവെന്ന് നിസ്സംശയം പറയാം. ഡൽഹി പോലീസിന്റെ ഈ ശക്തമായ നിയമ നടപടി പ്രതിപക്ഷത്തിന്റെ കള്ളക്കളിക്ക് കിട്ടിയ അർഹമായ പ്രഹരമാണ്. രാജ്യത്തിന്റെ നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരം അഭ്യാസങ്ങൾ കാണിച്ച രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും എതിരായി ഡൽഹി പോലീസ് എടുത്ത ഈ 2 FIRകൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും. നിയമവിരുദ്ധമായി റോഡ് ഉപരോധിച്ചതിനും സുരക്ഷാ വീഴ്ച വരുത്തിയതിനുമുള്ള കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഡൽഹി നഗരത്തിന്റെ ക്രമസമാധാന നിലയെ വെല്ലുവിളിച്ചുകൊണ്ട് ഉത്തരവാദിത്തമുള്ള ഒരു പദവിയിലിരിക്കുന്ന വ്യക്തി തന്നെ ഇത്തരത്തിൽ തെരുവിൽ കിടന്ന് സമരം ചെയ്തതും അതിനെ തുടർന്ന് പോലീസ് കേസെടുക്കേണ്ടി വന്നതും ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിന് തന്നെ അപമാനകരമായ ഒരു ദൃശ്യമാണ് സമ്മാനിച്ചത്. നിയമപാലകരെ അനുസരിക്കാതെ അതിക്രമങ്ങൾ അഴിച്ചുവിട്ട ഈ സംഘത്തിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് വഴി ഡൽഹി പോലീസ് മാതൃക കാട്ടിയിരിക്കുകയാണ്. VIP സുരക്ഷയുടെ ലംഘനം നടത്തിയെന്ന് മാത്രമല്ല, സാധാരണക്കാരായ ജനങ്ങളുടെ യാത്രകളും ജീവിതവും തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഈ കോൺഗ്രസ് സംഘം റോഡിൽ നാടകങ്ങൾ കളിച്ചത്. ഇതിനെതിരെ ജനങ്ങളിൽ നിന്നും ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. നിയമവിരുദ്ധമായി നടത്തിയ ഈ പ്രകടനവും അതിനെ തുടർന്നുണ്ടായ അതിക്രമങ്ങളും ഡൽഹി പോലീസിന്റെ ശക്തമായ ഇടപെടലിലൂടെ പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ FIRകൾ രാഹുലിന്റെ രാഷ്ട്രീയ കരിയറിലെ തന്നെ മറ്റൊരു വലിയ കറുത്ത അധ്യായമായി മാറിക്കഴിഞ്ഞു. നിയമപാലകരെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം നെറികെട്ട രാഷ്ട്രീയ നാടകങ്ങൾക്കെതിരെ ഡൽഹി പോലീസ് ഇനിയും ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന സന്ദേശമാണ് ഈ FIR നടപടികളിലൂടെ പോലീസ് നൽകിയിരിക്കുന്നത്. ഈ തൊലിക്കട്ടി വെച്ച് ഒരു ബുള്ളറ്റ് പ്രൂഫ് അടിച്ചിറക്കേണ്ട കാലം കഴിഞ്ഞു. നാറി നാണം കെട്ട ഈ അവസ്ഥയിലും ക്രെഡിറ്റ് അടിച്ചുമാറ്റാൻ കാണിക്കുന്ന ആ ആർത്തി കണ്ടാൽ ആരും ചിരിച്ചു പോകും. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി സമരം അവസാനിച്ച ഉടനെ അവിടെയും നൈസായി വലിഞ്ഞു കയറി വന്ന് ക്രെഡിറ്റ് അടിച്ചു മാറ്റാനുള്ള രാഹുലിന്റെ ആ നെട്ടോട്ടം കണ്ട് BJP നേതാവ് ഷെഹ്സാദ് പുനവല്ല ചോദിച്ച ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തമായിരുന്നു. മോദി സർക്കാർ എന്നത് പ്രതികരണശേഷിയുള്ള ഉത്തരവാദിത്തമുള്ള ജനാധിപത്യപരമായ ഒരു ഭരണകൂടമാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങൾ തെളിയിച്ചതാണ്. സോനം വാങ്ചുക്കായാലും പ്രതിഷേധക്കാരായാലും നേരിട്ട് സംസാരിച്ചും ശക്തമായ പേപ്പർ ചോർച്ചാ വിരുദ്ധ നിയമങ്ങൾ കൊണ്ടുവന്നും നീറ്റ് കുറ്റവാളികളെ തുറുങ്കിലടച്ചും സർക്കാർ മാതൃക കാണിച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ സ്വന്തം ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാന്യമായി പടിയിറങ്ങുകയും ചെയ്തു. പക്ഷെ ഇപ്പുറത്തോ രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ പപ്പറ്റ് എന്ത് ചെയ്തുവെന്ന് ചോദിച്ചാൽ വെറുതെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഡയലോഗ് അടിക്കുകയും അന്യന്റെ സമരത്തിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ മാത്രം അലഞ്ഞു തിരിയുകയും ചെയ്യുക എന്നല്ലാതെ വേറെന്ത് ജോലിയാണ് ഇയാൾക്കുള്ളത്? ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും മാറി മാറി ഭരിക്കുന്ന തെലങ്കാന, കർണാടക, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ 10-ലധികം ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടും അവിടങ്ങളിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെയോ വിദ്യാഭ്യാസ മന്ത്രിമാരുടെയോ രാജി ആവശ്യപ്പെടാൻ ഈ മാന്യദേഹത്തിന് നട്ടെല്ല് വളഞ്ഞിട്ടുണ്ടോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. അവിടെയൊക്കെ സ്വന്തം പാർട്ടിക്കാർ നടത്തുന്ന കൊള്ളരുതായ്മകൾ കണ്ടില്ലെന്ന് നടിച്ച് ഡൽഹിയിൽ വന്ന് സമരം നടത്തുന്ന ഈ കാപട്യം ഊളത്തരം പറയുന്ന അണികൾക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാം. പക്ഷേ രാജ്യത്തെ ജനങ്ങൾ ഇയാളുടെ ഈ കള്ളക്കളികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളായ SFIക്കും AISFനും നന്ദി പറഞ്ഞുകൊണ്ട് CJP രംഗത്ത് വന്നതോടെ ഈ സമരത്തിന്റെ യഥാർത്ഥ കളിക്കാർ ആരൊക്കെയാണെന്ന് നാട്ടുകാർക്ക് വ്യക്തമായി മനസ്സിലായി. കുട്ടികളെ മുൻനിർത്തി കളിച്ച നാടകത്തിനും രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ ആളിക്കത്തിക്കാനും പ്രതിപക്ഷം നടത്തിയ ഈ ഹീനമായ തന്ത്രം തന്നെയാണ് ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുന്നത്. സമരത്തിന്റെ ക്രെഡിറ്റ് അടിച്ചുമാറ്റാൻ നോക്കിയ രാഹുലിനെ വെട്ടിലാക്കിക്കൊണ്ട് BJP നേതാക്കൾ ഒന്നിനു പുറകെ ഒന്നായി കണക്കുകൾ നിരത്തുമ്പോൾ മറുപടി പറയാൻ കഴിയാതെ വായും പൊത്തിപ്പിടിച്ച് ഒളിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ക്യാമ്പ്. സ്വന്തം പാർട്ടിയുടെ ശവപ്പറമ്പിൽ വിലാപം നടത്താൻ പോലും ഗതിയില്ലാത്തവൻ രാജ്യത്തിന്റെ വികസനത്തെയും വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും കുറിച്ച് സംസാരിക്കാൻ വരുമ്പോഴുള്ള ആ ഒരു കോലമുണ്ടല്ലോ, അത് കാണേണ്ടത് തന്നെയാണ്. ചോദ്യപേപ്പർ ചോർച്ചയുടെയും NTA-യുടെയും പേരിൽ മുതലക്കണ്ണീരൊഴുക്കുന്ന രാഹുൽ ഗാന്ധി സ്വന്തം മണ്ഡലങ്ങളിലോ സംസ്ഥാനങ്ങളിലോ പാർട്ടി ഭരണമുള്ളിടത്തോ വിദ്യാഭ്യാസ മേഖലയെ തകർത്തെറിഞ്ഞ കുറ്റവാളികൾക്ക് കാവൽ നിൽക്കുകയാണ്. രാജ്യവിരുദ്ധ ശക്തികൾ ഇന്ത്യൻ യുവത്വത്തെ തെരുവിലെരിച്ചു കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ കർശന നടപടികളെടുത്ത മോദി സർക്കാരിന്റെ ഭരണ മികവിനെ തടയാൻ നോക്കിയ ഈ പൊട്ടിക്കരച്ചിലുകളൊന്നും ഒരു കാലത്തും ഏശാൻ പോകുന്നില്ല. കള്ളക്കഥകളും വ്യാജ പ്രചാരണങ്ങളും കൊണ്ട് നരേന്ദ്രമോദിയുടെയും NDA സർക്കാരിന്റെയും ജനകീയ അടിത്തറ തകർക്കാമെന്ന് വ്യാമോഹിക്കുന്ന ഈ രാഹുൽ ഗാന്ധി എന്ന കോമാളിയെ ജനം അധികം വൈകാതെ ചവറ്റുകുട്ടയിൽ എറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു സമകാലിക വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.